ഇതൊരു ചട്ടി വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 3-4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 6 പച്ചമുളകും ഒരു പിടി ചെറിയ ഉള്ളിയും പിന്നെ ഒരു ചെറിയ തക്കാളി നീളത്തിലരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് ഒരു കൈപ്പിടിയോളം വേപ്പില, ഇതൊരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയുണ്ട്, 1 ടീസ്പൂണോളം മുളക് പൊടിയുണ്ട്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1/2 ടീസ്പൂൺ വലിയ ജീരകം, ഒരു പിഞ്ച് ഉലുവ, ഒരു 1/2 ടീസ്പൂണിന് മേലെ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂണിന് താഴെ ചെറിയ ജീരകം. ഇത് മീറ്റ് മസാല കേട്ടോ, ഒരു 2.5 ടീസ്പൂണോളമുണ്ട്. ഈ മസാലപ്പൊടികളെല്ലാം നന്നായിട്ടൊന്ന് ആ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റുവാണേ. പിന്നെ കഴിഞ്ഞാൽ 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാട്ടോ. ഇത് ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി. ഓക്കെ, പിന്നെ അതെല്ലാം കൂടെ ഒന്ന് വഴറ്റിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ടേ. ഇതൊരു 5 ടേബിൾ സ്പൂണോളം തേങ്ങയും കുറച്ച് മഞ്ഞളും വളരെ കുറച്ചത് വലിയ ജീരകവും കൂടി ഇട്ടിട്ടും നന്നായിട്ടൊന്ന് അരച്ചെടുത്ത അരപ്പാണ് കേട്ടോ. അത് ഞാൻ കൂടി ഇന്നത്തേക്ക് ഇട്ടിട്ടും നന്നായിട്ടൊന്ന് വഴറ്റുവാണേ. നന്നായിട്ടൊന്ന് വഴണ്ടി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന 1 കപ്പ് പിന്നെ കടലയാട്ടോ. ഇന്നലെ വെള്ളത്തിലിട്ടതാണ്, അത് നല്ല പഞ്ഞി പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കാൻ ടൈമായിട്ടോ. സമയത്ത് ഞാനൊരു 1 ടേബിൾ സ്പൂണോളം ബട്ടറാണ്. ഇനി നന്നായിട്ടൊന്ന് പുരട്ടി വെച്ച് ചൂടോടെ ഉപയോഗിക്കുക. ചൂടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങളത് ഉണ്ടാക്കി നോക്കിക്കോളൂ. താങ്ക് യു.